മുദ്രാശയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവയവമല്ല. അതായത് അത് നമ്മൾ ആഹാരം ഇറങ്ങി ചെന്ന് അന്നനാളത്തിൽ തുടങ്ങി ആമാശയത്തിലിറങ്ങി കുറച്ച് നേരം ആഹാരം അവിടെ നിന്നതിന് ശേഷം അതിനെ ഒരു കുഴമ്പ് പരുവത്തിലാക്കി ചെറുകുടലിലോട്ട് പറഞ്ഞു വിട്ട് ചെറുകുടലിൽ കുറച്ച് ദഹനരസമായിട്ട് മിക്സ് ചെയ്ത് അത് താഴോട്ട് പോയി ആഗീരണം നടന്ന് പിന്നെ അത് വൻകുടലിലെത്തി പിന്നെ അത് മലാശയത്തിലെത്തി വിസർജ്യമായിട്ട് പോകുന്ന അത്രയും ഏരിയ ഇൻവോൾവാണ് ഈ ഉദരാശയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവമാണ് അതിൻ്റെ ദഹനരസം ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ദഹനരസം ഇട്ട് കൊടുക്കുന്നത് പാൻക്രിയാസാണ്. അപ്പോൾ അത് ഇതിൻ്റെ ദഹന വ്യൂഹത്തിൽ പെടും. ലിവറാണ് ബൈൽ ഉൽപ്പാദിപ്പിച്ചിട്ട് പിത്തസഞ്ചി ശേഖരിച്ചതിന് ശേഷം പിത്തക്കുഴലിലൂടെ ഇതേ സ്ഥാനത്ത് അയച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഉണ്ടാകുന്ന അർബുദത്തെ ഉദര അർബുദം എന്ന് പറയാം. അപ്പം ഏത് അവയവത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഏത് ലക്ഷണമാണ് ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് അന്നനാളം എന്ന് പറയുന്നത് ഒരു നാളിയാണ്. ചെറിയ ഡയാമീറ്റർ മാത്രമുള്ള ഒരു കുഴൽ മാതിരിയുള്ളൊരു അവയവമാണ്. അപ്പം അതിനകത്തൊരു അർബുദം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് ആഹാരം കഴിക്കുമ്പോൾ ചെറിയ തടസ്സം പോലെ ആയിരിക്കും ആദ്യം അനുഭവപ്പെടാം. പക്ഷേ ആ ഗ്രോത്ത് വലുതാവുമ്പോഴത്തേക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാവുന്ന ഒരവസ്ഥ ഉണ്ടാകാം ഭാവിയിൽ. അപ്പോൾ അത് മറ്റ് ഭാഗങ്ങളിലോട്ട് പുറകിലോട്ട് വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നട്ടലിലോട്ടായിരിക്കും വ്യാപിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ടായിരിക്കാം ഉണ്ടാകുന്നത്. ആഹാരം ഇറങ്ങിപ്പോകാതെ ഛർദ്ദിച്ച് അത് പുറത്ത് കളയും. ചിലവർക്ക് ഛർദ്ദിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ രക്തം ഉണ്ടാകും. കാരണം ഇതെല്ലാം ചെറിയ ഫ്രയബിളായിട്ടുള്ള പെട്ടെന്ന് ഉരുകിപ്പോകുന്ന ടിഷ്യൂസാണ് ഉണ്ടാകുന്നത്. അത് അന്നനാളത്തിൻ്റെ കഥ. അത് അന്നനാളം കഴിഞ്ഞ് ആമാശയത്തോട്ട് ഇറങ്ങുമ്പോൾ ആമാശയം എന്ന് പറഞ്ഞാൽ വലിയൊരു അറയാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ഗ്രോത്ത് ഒന്നും പ്രകടിപ്പിക്കത്തില്ല. പ്രകടിപ്പിക്കണമെങ്കിൽ അതിനെ സാധാരണ അതിൻ്റെ ഈ ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടന്നുപോക്കിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യണം. ആമാശയം വലിയ അറയായതുകൊണ്ട് തന്നെ അത് അധികം ആദ്യം പ്രകടിപ്പിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ഇൻലെറ്റിലോ ഔട്ട്ലെറ്റിലോ, അതായത് അന്നനാളമായിട്ട് ചേരുന്ന ഭാഗത്താണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതായത് ആമാശയത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന ഭാഗം അത് ചെറിയ ഒരു ദ്വാരം മാത്രമാണ്, അവിടെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ്, അതായത് ആമാശയം ചെറുകുടലിലോട്ട് പോകുന്ന അതിനാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് രണ്ടിടത്തും ഉണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ അത് ചെറിയ നാളിയായതുകൊണ്ട് ഈ ഔട്ട്ലെറ്റിനുണ്ടാകുന്നത് കടന്നു പോകാതെ ഛർദിയായിട്ട് വരാം. അതുപോലെ തന്നെ ഇൻലെറ്റിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആഹാരം കടന്നു പോകാതെ കടന്നു പോകുന്നതിന് പ്രയാസം ഉണ്ടാക്കിയിട്ട് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാം. മറ്റു ചിലവർക്ക് ഇത് ബ്ലീഡ് ചെയ്തിട്ട് ഛർദിയായിട്ടായിരിക്കാം, ഈ രക്തം ഛർദിക്കുന്നതായിട്ടായിരിക്കാം പ്രത്യക്ഷപ്പെടാറ്. അങ്ങനെ ഇത് ഏത് അവയവത്തെ ബാധിക്കും എന്നുള്ളത്. ഇനി ചെറുകുടലിലൊക്കെ ചെറുകുടലിൽ സാധാരണ രീതിയിൽ അതിൻ്റെ ഈ ആഹാരം താഴോട്ട് കടന്നു പോകുന്നത് കാരണം ഇത് മുകളിലോട്ട് പ്രകടിപ്പിക്കാതെ താഴോട്ട് മാത്രം ഇത് അതിൻ്റെ പ്രയാസം ഉണ്ടാക്കുക. അതായത് ബ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലത്തിൽ കൂടെ ആയിരിക്കും അത് പോകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ തടസ്സങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടാം. വൻകുടലും ഈ ചെറുകുടലിനെക്കാട്ടും വലിയൊരു അറയാണ്. അതുകൊണ്ട് തന്നെ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ വളർന്നാലേ അത് തടസ്സമായിട്ടും വേദനയായിട്ടും അനുഭവപ്പെടൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറുതായിട്ട് ബ്ലഡ് പൊടിഞ്ഞതിന് ശേഷം ചിലപ്പം മലത്തിൽ കൂടെ രക്തത്തിൻ്റെ നിറത്തിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ മെറൂൺ കളറിലോ രക്തം മിക്സ് ചെയ്യാതെയൊക്കെ ഉപദേശം. ഇതെല്ലാം ലക്ഷണങ്ങളാണ്. അപ്പോൾ ഏത് അവയവം ഇപ്പം കരളിനെ ബാധിക്കുകയാണെങ്കിൽ ചിലപ്പം മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ഇത് ലക്ഷണം പ്രകടിപ്പിക്കുക. പിത്തക്കുഴലിനെ ബാധിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് അതിനെ ഇത് മഞ്ഞപ്പിത്തം ബാധിക്കാം. പിത്തം കടന്നു പോകുന്ന തടസ്സമുണ്ടായിട്ട് പിത്തം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുകയും ദേഹത്ത് ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യാം. അപ്പം ചൊറിച്ചിലും മഞ്ഞപ്പിത്തമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുകയാണ് നമ്മൾ കൂടുതലും ഈ പിത്തക്കുഴലിൽ ഉണ്ടാകുന്ന പിത്തനാളിയിലുണ്ടാകുന്ന ക്യാൻസറായിട്ട് നമ്മൾ വിവക്ഷിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഏത് തരത്തിൽ പാൻക്രിയാസ് ഉണ്ടാകുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസിൽ അതിൻ്റെ തലഭാഗത്ത് ഈ പിത്തക്കുഴലിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും മഞ്ഞപ്പിത്തം ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ തടസ്സപ്പെടുത്താത്ത ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് പ്രത്യക്ഷപ്പെടുകയും ചിലപ്പം ചിലവർക്ക് ബാക്ക് ഏക്കും മാത്രമേ, ചിലവർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും, മറ്റു ചിലർക്ക് ഈ വിളർച്ചയായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ഈ ഇത്രയും പറഞ്ഞ ലോകലക്ഷണങ്ങൾ
അത് ഏത് അവയവത്തെയാണ് ഈ ക്യാൻസർ വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.